നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ പി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് അശോക് കർത്ത, നാട്ടിൽ നിന്നും. അശോക്, നമ്മൾ തീരുമാനിച്ച പോലെ എന്താണ് കേരളത്തിലെ വിശേഷങ്ങൾ? ഡൽഹി ഇരിക്കുന്നവർക്കും കേരളത്തിന് വെളിയിലുള്ളവർക്കും അശോകന് പറയാൻ പറ്റുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിശേഷം എന്താണ്? ഇന്ന് കേരളപ്പിറവിയാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും കേരളപ്പിറവി ആശംസകളും നേരുന്നു. അതെ, ഇന്ന് കേരളപ്പിറവിയാണ്. കേരളം 70ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഇവന്റ് എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മോഹൻലാല്, മമ്മൂട്ടി, കമൽഹാസൻ, മുഖ്യമന്ത്രിയൊക്കെ ചേർന്നിട്ട് അതിദരിദ്ര കേരളം എന്നുള്ള അത് മാറ്റിയിട്ട് അതിദരിദ്രർ ഇല്ലാത്ത കേരളമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഇവന്റ്. അതിനെ സംബന്ധിച്ചിട്ട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കക്ഷികളും ഒക്കെ പലവിധ വാഗ്വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് പ്രഖ്യാപിക്കുന്നതിന് സിനിമാ താരങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് സി പി ജോണ് ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനിടയ്ക്ക് BJP പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരമാണ് അതിദരിദ്ര കേരളത്തിൽ നിന്നും അതിദരിദ്രരിൽ നിന്നും കേരളം രക്ഷപ്പെട്ടത്. അതിന് എത്രയോ കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നു, 2016 തൊട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ വെച്ചാണെന്ന് അവരും പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ KPCC തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ് എന്ന് തോന്നുന്നു. ദീപാദാസ് മുൻഷിയാണ് കേരളത്തിന്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി. 17 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം അതിലൊരു സ്ത്രീ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. 1/3 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 33.3% സ്ത്രീകൾ പങ്കെടുക്കേണ്ടടുത്ത് ഇവരുടെ കമ്മിറ്റിയിൽ ആകെപ്പാടെയുള്ളതെന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ, ഒറ്റ സ്ത്രീ. ബാക്കിയുള്ളതെന്ന് പറയുന്ന അതിൽ പിന്നെ 2 പേരെന്ന് പറഞ്ഞ വന്ധ്യ വയോധികരാണ്, AK ആന്റണിയും VM സുധീരനും. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. ബാക്കിയെല്ലാം പൊതുവെ പോകുന്നു. മഴ ഒന്ന് ശമിച്ച മട്ടാണ്. പിന്നെ ഇവിടെ വിന്റർ ഇല്ലെങ്കിൽ പോലും മഞ്ഞുകാലത്തിലേക്കും ശബരിമല സീസണിലേക്കും ഒക്കെ പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം എന്ന് പറയുന്ന ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 4-5 ദിവസമേ ഉള്ളൂ. ഫസ്റ്റ് ഫേസ് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ചയുണ്ട്, 6 ദിവസം. അതില് ഇന്നലെ NDA അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ എന്താണ്, ഇതിനെപ്പറ്റി ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഓക്കെ, ശരി. കേരളത്തിന്റെ കാര്യത്തില് കേരളം അതിദരിദ്രരിൽ നിന്നും ദരിദ്ര അവസ്ഥയിൽ നിന്നും എല്ലാ ദരിദ്രവാസികളിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അത്രേ പറയാനുള്ളൂ. പൊളിറ്റിക്കൽ ഗ്രാൻഡ് സ്റ്റാൻഡിങ് എന്ന് ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്. അതായത് വീമ്പ് പറച്ചിൽ എന്ന് പറയുന്നില്ലേ, പല കാര്യത്തിലും കേരളം അങ്ങോട്ട് പോകുന്നോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ അതവിടെ നിൽക്കട്ടെ, നമ്മൾ ബീഹാറിലേക്ക് പോകാം. ബീഹാറില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ഞാൻ ആദ്യം കേട്ടത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി യാത്രയ്ക്ക് ശേഷം BJPക്ക് ഒരു പ്രശ്നമുണ്ട്, അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് അവർക്ക് തോന്നിയിരുന്നു. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ബീഹാറിൽ നിന്നുള്ള ഒരു ജേർണലിസ്റ്റ്, പഴയ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ആയിരുന്ന ഒരു ജേർണലിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ബീഹാർ തോറ്റു കഴിഞ്ഞാൽ BJP, NDA, UPയും തോക്കും. അതുകൊണ്ട് എങ്ങനെയും ബീഹാർ ജയിച്ച് മന്ത്രിസഭ ഉണ്ടാക്കാന്നുള്ളത് അവരുടെ ഒരു കടുംപിടുത്തമാണ്. അതാണ് പ്രൈം മിനിസ്റ്ററും അമിത്ഷാ ഹോം മിനിസ്റ്ററും എല്ലാം അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് ഏകദേശം പ്രചരണം നടത്തുന്നത്. പക്ഷേ ഞാൻ ഇന്നലെ കേട്ടത് ഒരു തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ തൂക്ക് അസംബ്ലിക്കാണ് സാധ്യത കൂടുതൽ. കാരണം വെച്ചാൽ ഈ പ്രശാന്ത് കിഷോർ എന്ന ആള് കുറച്ച് വോട്ട് മറിക്കുന്നുണ്ട്. അതുകൊണ്ട്
അത് പ്രശാന്ത് കിഷോറിനെ മുമ്പിൽ നിർത്തിയേക്കുന്നത് BJP ആണ്. ശകുനിയെ മുമ്പിൽ നിർത്തി ഭീഷ്മനെ വധിച്ച പോലുള്ള ഒരു 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 സ്ട്രാറ്റജിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒവൈസിയും അവിടെ ഉണ്ടല്ലോ. ഒവൈസിയും അവിടെ ഒവൈസി ഒരു ചെറിയ ഫാക്ടറേ ഉള്ളൂ ഈ പ്രാവശ്യം. അതുപോലെ ഒവൈസിയെ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. അതിലും വലിയ ഇവിടെ അതിൽ പറയുന്ന വോട്ട് കട്ടുക എന്ന് പറയും. വോട്ട് കട്ട് ചെയ്യുന്ന ആള് അത് മുസ്ലിങ്ങളെയും ഇതാക്കിയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അത് ഈ പ്രാവശ്യത്തെ വോട്ട് കട്ടുക ഇയാളാണ്, പ്രശാന്ത് കിഷോറാണ്, മറ്റേ ഒവൈസി അല്ല എന്നുള്ള ഒരു ഫീലിംഗ് ആണ് പൊതുവെ വരുന്നത്. അതിന്റെ കൂടെയുള്ള ഒരു 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 വസ്തുത എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ആദ്യത്തെ ഒരു ചെറിയ കല്ലുകടി ഉണ്ടായിരുന്നു സീറ്റ് വിതരണത്തിന്റെ കാര്യത്തിൽ. അത് പിന്നെ സീറ്റ് വിതരണം മാത്രമല്ല, തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിന് ഒരു വിമർശനം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായി അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അങ്ങനെയാണ് ലാസ്റ്റ് മിനിറ്റിൽ അശോക് ഗെഹ്ലോട്ട് പോയി അത് ചെയ്തത്. അങ്ങനെ ഒരു ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു ചിത്രമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ബീഹാറികള് വളരെ കാസ്റ്റും കമ്മ്യൂണിറ്റിയും ഒക്കെ നോക്കുന്നതാണ്. പക്ഷെ UP പോലെ അവർ നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാസ്റ്റും കമ്മ്യൂണിറ്റിയൊക്കെ നോക്കുന്നത്. അവർ പൊളിറ്റിക്കൽ ആൾക്കാരാണ്. ബീഹാറിലെ പൊളിറ്റിക്സ് നിങ്ങൾ നോക്കിയാൽ അറിയാം. നിതീഷ് കുമാർ കുർമി എന്ന് പറയുന്നു. കുർമിയിൽ തന്നെ ഒരു വിഭാഗമുണ്ട്. അവർ എന്താണ് 3% ഉള്ള ആൾക്കാരാണ് ആ കമ്മ്യൂണിറ്റി. പക്ഷെ നിതീഷ് കുമാറിനെ അവർക്ക് വിശ്വാസമാണ്. ഈ സാമ്രാട്ട് ചൗധരി എന്ന് പറഞ്ഞ പഴയ ഒരു സോഷ്യലിസ്റ്റ് ലീഡർ ശകുനി ചൗധരിയുടെ മകനാണ് BJPയുടെ ഡെപ്യൂട്ടി CM. അദ്ദേഹം കുർമി ആണ്. പക്ഷെ അദ്ദേഹം കുർമി മൈനോറിറ്റി ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു കക്ഷിയാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഇല്ലാത്ത ഒരു അക്സെപ്റ്റബിലിറ്റി അത് നിതീഷിനുണ്ട്. അതിന് കാരണം JP മൂവ്മെന്റ് മുതൽ നിതീഷ് ലാലുവിന്റെയും പാസ്വാന്റെ ഒക്കെ കൂടെ ബീഹാറിലെ പൊളിറ്റിക്സ് OBC അല്ലെങ്കിൽ ബാക്ക്വേർഡ് പൊളിറ്റിക്സ് ആക്കി മാറ്റിയ ആൾക്കാരിൽ ഒരാളാണ്. പക്ഷെ വളരെ അത്ഭുതകരമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം BJP, ഞാൻ കേട്ടത് BJPയുടെ മിക്ക 101 കാൻഡിഡേറ്റിൽ മിക്കവരും അപ്പർ കാസ്റ്റിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർ വളരെ ഡെലിബറേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ജയിക്കുവാണെങ്കിൽ ബീഹാറിന്റെ ബാക്ക്വേർഡ് സെന്റഡ് പൊളിറ്റിക്സ് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം കൂടി BJP ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അത് എത്ര കണ്ട് വിജയിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് ബീഹാറിൽ തന്നെ ആ ജേർണലിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് അമിത വിശ്വാസമാണ് കാണിക്കുന്നത്. ഒറ്റയടിക്ക് ബീഹാറിന്റെ പൊളിറ്റിക്സ് അങ്ങനെ മാറ്റാൻ കഴിയുമോ എന്ന് ഉള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് കാസ്റ്റ് ആണ് ഒരു ഫാക്ടർ എങ്കിൽ, ഡൊമിനേറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ BJP അല്ലെങ്കിൽ NDAയുടെ അവസ്ഥ അത്ര ശുഭകരമല്ല. പക്ഷെ ഇതുപോലെ സ്ത്രീകൾക്ക് 10,000 രൂപ ഇങ്ങനെയൊക്കെയുള്ള ഒരു പോപ്പുലിസ്റ്റ് മെഷേഴ്സ് ആണ് മുമ്പിലെങ്കിൽ NDAക്ക് തീർച്ചയായിട്ടും അപ്പർ ഹാൻഡ് ഉണ്ട്. അല്ല, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന ലാലുവിന്റെ കാലം തൊട്ടാണെങ്കിൽ പോലും അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം നേടുകയും ഇപ്പം അഖിലേന്ത്യാ സർവീസിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഉള്ള ബീഹാറിനാണെന്നാണ് പറയുന്നത്, IAS-ലൊക്കെ ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ തന്നെ അത് ബീഹാർ സർക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ല അവിടെ. അല്ല ഞാൻ പറഞ്ഞത് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പഠിക്കാനും പിന്നീട് ഇതുപോലുള്ള സർവീസ് മേഖലകളിലേക്ക് വരാനുമുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയതിന്റെ പിന്നാലെ അതാണ് ഞാൻ പറയാൻ വന്നത്. അവരല്ലാതെ ഈ IAS കിട്ടിയിരിക്കുന്ന ആൾക്കാർ മൊത്തം ഡൽഹി യൂണിവേഴ്സിറ്റിയിലോ JNUവിലോ പഠിച്ച ആൾക്കാരാണ്. JNUവിന്റെ 80 മുതലേ ഒരു ജോക്കുണ്ട്, ബീഹാറികളെല്ലാം വന്ന് JNU തകർത്തു, അവരുടെ ബീഹാറി കൾച്ചർ കൊണ്ടുവന്ന് നമ്മുടെ JNU തകർത്തു, JNUവിന്റെ
ഇടതുപക്ഷ സ്വഭാവം തകർത്തു എന്നുള്ള ഒരു അലിഗേഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിവിൽ സർവീസുകാരും മിക്കവാറും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ ഇപ്പൊ അമിതാഭ് കാന്ത് മുതൽ എടുത്തു കഴിഞ്ഞാൽ സെന്റ് സ്റ്റീവൻസിൽ പഠിച്ചവരോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മറ്റു കോളേജിൽ പഠിച്ചവരോ JNU പഠിച്ചവരാണ്. അത് കേരളത്തിലെ IAS കാരാണേലും അലൈഡ് സർവീസുകാരാണേലും ഒക്കെ ബീഹാറിന് അവർ ബീഹാറിൻ ഒറിജിൻ പീപ്പിൾ ആണ്. അവർക്ക് അവരുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മെച്ചമാണെങ്കിൽ അവരുടെ മക്കളെ ഡൽഹിയിലേക്ക് അയക്കും. അത് ഈസ്റ്റ് ഇന്ത്യയിൽ മൊത്തം ഈസ്റ്റേൺ UP നിന്ന് വരുന്നവരും നോർത്ത് ഈസ്റ്റ് നിന്ന് വരുന്നവരും ഒക്കെ അവരുടെ മക്കളെ അയക്കുന്ന ഡൽഹിയിലേക്കാണ്. ഇപ്പോഴാണ് കേരളത്തിൽ ആൾക്കാർ അയക്കുന്നത്. പക്ഷെ പണ്ട് ഞാൻ വരുന്ന സമയം മുതൽ 1980 ബീഹാറികളാണ് ഏറ്റവും കൂടുതൽ ബീഹാറിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ക്രെഡിറ്റേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നിതീഷ് ബാബു എന്ന മനുഷ്യൻ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരാളാണ് പേഴ്സണലി. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും സ്വന്തം കുടുംബത്തെ മകനെ മുന്നോട്ട് നിർത്തിയില്ല. സ്വന്തമായിട്ട് പൈസ അധികാരം ഉപയോഗിച്ച് 20 വർഷമായി അധികാരം ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. നിതീഷിന്റെ ഒരു അടുത്ത കോൺഫിഡന്റ് ജോൺ ഫെർണാണ്ടസിന്റെ നേരത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അനിൽ ഹെഗ്ഡെ എന്റെയും കൂടി സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് RJD യുമായിട്ട് അല്ലെങ്കിൽ ലാലുവിന്റെ പാർട്ടിയായിട്ടുള്ള പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് അവർ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ തനി സ്വഭാവം, അതായത് അധികാരം ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്ന കുടുംബവാഴ്ച അവർക്കൊക്കെ ഉണ്ട്. അത് ഇപ്പം സാമ്രാട്ട് ചൗധരി ആരാണ്? ശകുനി ചൗധരിയുടെ മകനാണ്. ശകുനി ചൗധരി സമതാ പാർട്ടിയുടെ MP ആയിരുന്നു. അപ്പൊ അത് വിടുക, കുടുംബവാഴ്ച അത് ഒരു ഇതായിട്ട് പോകുന്നത്. പക്ഷെ ഇതാണ്, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മെയിൻ പ്രയോറിറ്റി ഇതുപോലെ കുടുംബവാഴ്ച ഊട്ടിയുറപ്പിക്കുക, കുടുംബത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുക. അത് നിതീഷ് ഇപ്പോഴും ആ കാര്യത്തിൽ വളരെ പിന്നോക്കമാണ്. അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നില്ല. ഉള്ള പൈസ അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത്. എൻ്റെ സുഹൃത്ത്, എനിക്കറിയാം, പാർട്ടിയുടെ ഒരു ഓഫീസ് സെക്രട്ടറിയാണ്. പൈസയൊക്കെ അദ്ദേഹമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹം വളരെ ഓണസ്റ്റ് ആണ്. ജോൺ ഫെർണാണ്ടസിനെക്കാളും ഓണസ്റ്റ് ആണ്. ഒരു പൈസയും തൊടത്തില്ല സ്വന്തമായിട്ട്. പാർട്ടി സെക്രട്ടറി ആയിട്ട് ആഹാരം കഴിക്കുക, ഒരു കാറ് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ചെലവെടുക്കുക, അല്ലാതെ ഒരു പൈസയും എടുക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണൽ കൾച്ചർ നിതീഷിനുണ്ട്. അവിടെയാണ് ഈ അദ്ദേഹത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അത് താഴോട്ടുള്ളവർക്കൊക്കെ അറിയാം. ബീഹാർ അഡ്മിനിസ്ട്രേഷൻ ഓരോരുത്തർ പറഞ്ഞ വളരെ കറപ്റ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനാണ്, പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ പോലെ, അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളെയും പോലെ. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി മേളിൽ നിന്ന് മുഖ്യമന്ത്രി ഇതിനൊന്നും നിന്നുകൊടുക്കുന്നില്ല. അദ്ദേഹത്തെ കണ്ട് കുറച്ച് പൈസ കൊടുത്താൽ ഏതെങ്കിലും പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊന്നും ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. ആ ഒരു കൾച്ചർ അതാണ് നിതീഷിനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു പ്രചോദനം. അദ്ദേഹം പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഈ പ്രശാന്ത് കിഷോർ, അദ്ദേഹം ഏത് ഇതിന്റെ, അതായത് വോട്ടേഴ്സിന്റെ ഏത് കഷണത്തിലാണ് പുള്ളി ഉന്നയിക്കുന്നത്? അതെന്താണ്? അദ്ദേഹം മൊത്തം യൂത്ത് എന്ന് പറഞ്ഞാണ്. അതായത് പുതിയ വോട്ടേഴ്സിനെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. പുതിയ വോട്ടേഴ്സിന്, ഇപ്പൊ കേരളത്തിലെ പോലെ പുതിയ വോട്ടേഴ്സിനെ അവരെ നോക്കുന്നത് അവരുടെ ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ്സ് ആണ്. പ്രശാന്ത് കിഷോർ അധികാരത്തിൽ വരുമെന്ന് ബീഹാറിലല്ല, ഇന്ത്യയിൽ ആരും കരുതുന്നില്ല. അദ്ദേഹത്തിന് ഒരു മാക്സിമം 5 മുതൽ 20 വരെ സീറ്റ് കിട്ടുമെന്നാണ് ഡൽഹിയിലെ ഒരു അനുമാനം. പക്ഷെ എനിക്ക് തോന്നുന്നത് ബീഹാറികള് എസെൻഷ്യലി പൊളിറ്റിക്കൽ പീപ്പിൾ ആണ്. അവർക്ക് യാദവ് ഉണ്ടാകും, മുസ്ലിം ഉണ്ടാകും, ഭൂമിഹാർ ഉണ്ടാകും, ബ്രാഹ്മൺ ഉണ്ടാകും, പക്ഷെ ആയസ് ഉണ്ടാകും, ബനിയ ഉണ്ടാകും. പക്ഷെ അവര് ആത്യന്തികമായി പൊളിറ്റിക്കൽ
ആൾക്കാരാണ്. അവർക്ക് പിന്നെ ഞാൻ എപ്പോഴും പലരും കമ്പയർ ചെയ്യാറുണ്ട് കേരളവും ബീഹാറുമായിട്ട്. അതായത് അവർക്ക് അവരുടെ ഒരു ഒരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു പ്രോഗ്രസീവ്, കേരളത്തെ പോലെ റാഡിക്കൽ പ്രോഗ്രസീവ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അവരുടേതായ രീതിയിലൊരു ഒരു ഔട്ട്ലുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബീഹാറാണ് ആദ്യമായി ഒരു OBC ബാർബർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന കർപ്പൂരി താക്കൂറിനെ ചീഫ് മിനിസ്റ്റർ ആക്കിയത്, അതും എമർജൻസിക്ക് ശേഷം. അപ്പൊ അങ്ങനെയാണ് മണ്ഡൽ കമ്മീഷൻ ഉണ്ടായത് തന്നെ. മണ്ഡൽ കമ്മീഷൻ ബീഹാറിൽ നിന്നാണ് വന്നത്. അപ്പൊ അങ്ങനെ ഒരു ഒരു പാരമ്പര്യം അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഡെവലപ്മെന്റ് ഉമ്മാക്കി കാണിച്ച് അതാണ് അദ്ദേഹം കാണിക്കുന്നത്. പ്രശാന്ത് കിഷോർ പുതിയ ബീഹാർ ഞാൻ ഇത് ചെയ്യും, പക്ഷെ അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, ആ കാസ്റ്റ് ഇത് കിടക്കുന്നു. പിന്നെ അദ്ദേഹം ഉടനെ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ ലോങ് ടേം. അപ്പം യൂത്ത് എന്ന് പറയുന്നവർക്ക് അവർക്ക് എന്താന്ന് വേണ്ട ജോലി വേണം. സർക്കാർ ജോലി കിട്ടുവാണെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവനും ജീവിതം ഭദ്രമായി എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് ഇതാണ് 5 സീറ്റ് കിട്ടും എന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ആം ആദ്മി പാർട്ടിയുടെ ആദ്യത്തെ ലോക്സഭാ ഇലക്ഷൻ പോലെയാണ്. അന്ന് ഞാൻ പലരോടും ചോദിച്ചു അവർക്ക് എത്ര സീറ്റ് കിട്ടും. ഞാനിപ്പോഴും ഓർക്കുന്നു, മലയാള മനോരമയിലെ മരിച്ചുപോയ എന്റെ സുഹൃത്ത് വിജയമോഹൻ പറഞ്ഞു. വിജയമോഹൻ പഞ്ചാബിലും അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ശരിയാനെ 0 മുതൽ 5 വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യത്തെ ഇലക്ഷനകത്ത് എനിക്ക് പഞ്ചാബിൽ നിന്ന് 1 സീറ്റ് ആണ് കിട്ടിയത് എന്ന് പറഞ്ഞ പോലാണ് നല്ല കാര്യങ്ങളാണ്. ആപ്പ് എന്ന് പറയുന്ന സാധനം ആം ആദ്മി പാർട്ടി ബീഹാറിൽ ഇല്ലല്ലോ. അവര് മത്സരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഏക്കത്തില്ല. എന്താ അത്രയും ഐഡിയലിസം ബീഹാറിലെ ഏക്കത്തില്ല. പിന്നെ അപ്പം നമുക്ക് ഇതിവിടെ കൺക്ലൂഡ് ചെയ്യാം. അതായത് ബീഹാർ എന്ന് പറയുന്നത് ഒരു ജാതി വളരെ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും അവരുടെ വോട്ട് എന്ന് പറയുന്ന പൊളിറ്റിക്കലാണ്. കേരളത്തിലെ പോലെ പൊളിറ്റിക്കൽ വോട്ട്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. കർപ്പൂരി ഠാക്കൂറിനെ പോലെ പിന്നാക്കക്കാരനിൽ തുടങ്ങിയ ഒരു മുഖ്യമന്ത്രിമാരുടെ ഒരു നിരയാണ് ഇതുവരെ, അതായത് 1977 ശേഷം ബീഹാറിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള. കോൺഗ്രസ് ദീർഘകാലം ബീഹാർ ഭരിച്ച കോൺഗ്രസ് ഇന്നിപ്പം ബീഹാറിന്റെ പരിയമ്പുറത്ത് പോലും ഇല്ലാത്ത ഒരവസ്ഥ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യം. അപ്പൊ ഇത് ഈ എന്താണ് രാഷ്ട്രീയം, അതായത് പൊളിറ്റിക്കൽ വോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് വെക്കാം. ഒപ്പം തന്നെ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഴിമതി വിമുക്തനാണെന്നും പിന്നീട് പക്ഷേ ബാക്കിയുള്ള രാഷ്ട്രീയ എലമെന്റുകളെല്ലാം പ്ലേ ചെയ്യുന്ന ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഇത് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇലക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സർക്കാർ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് അതെ. അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത പ്രസിഡന്റ് സ്ഥാനമായിരിക്കും. ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനം വേണമെങ്കിൽ അവർ BJP കൊടുത്തിട്ട്, അതായത് BJP നിതീഷ് കുമാർ സഖ്യത്തിന്റെ അകത്ത് നിതീഷ് കുമാർ തിരിച്ചു വരികയും പിന്നീട് ഇപ്പോഴത്തെ പ്രസിഡന്റ് രാഷ്ട്രപതി ടേം കഴിയുമ്പോൾ ഒരു പിന്നോക്കക്കാരനായ രാഷ്ട്രപതി ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. ഇതുവരുടെ പേരുകളിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സ്കോപ്പ് ഉണ്ട്. അപ്പം അത് കഴിയുമ്പോൾ BJPക്ക് പതുക്കെ ക്രീപ്പ് ചെയ്തതിൻ്റെ അകത്തേക്ക് കയറാനും പറ്റും, അതായത് ബീഹാർ ഭരണത്തിലേക്ക്. അല്ല, NDA ഈ പ്രാവശ്യം വരുവാണെങ്കിൽ അവിടെ ഭരിക്കുന്നത് BJP ആയിരിക്കും. നിതീഷ് അതാണ് നടക്കാൻ പോകുന്നത്. അത് നിതീഷിനും അറിയാം. അപ്പൊ അറിയാതെയുള്ള ഇതല്ല. പക്ഷെ അദ്ദേഹത്തിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ വേറെ ഒന്നും ഒരു പോയിന്റ് ഞാൻ പറയണ്ടത്, ബീഹാറിലെ RJD ഇന്ത്യ സഖ്യം വരുവാണെങ്കിൽ അത് UPയിലേക്ക്
യു പിയിലേക്കുള്ള സൂചനയാണ്. യു പി ആസാമും ആടി നിൽക്കുകയാണ്. അവിടെ തോക്കും. അതായത് സെൻട്രലിലെ NDA-യുടെ ഞാൻ പറഞ്ഞില്ലേ ബിഗിനിങ് ഓഫ് ദ എൻഡ് എന്ന് പറയത്തില്ലേ, അതാകാൻ സാധ്യതയുണ്ട്. അതാണ് NDA അല്ലെങ്കിൽ BJP-യുടെ ഇത്ര വളരെ ശക്തമായ പ്രതികരണത്തിനുള്ള ഒരു കാരണം. അതെങ്ങനെ പോകുന്നു നമുക്ക് 17 നന്ദി, നമസ്കാരം.